12ാം ക്ലാസ് മൂല്യനിർണ്ണയത്തിനെതിരെ ഉയർന്ന പരാതിയിൽ CBSEയോട് വിശദീകരണം തേടിയിരിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രാലയം. പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിക്കുന്നതിലെ സാങ്കേതിക തടസ്സം എത്രയും വേഗം പരിഹരിക്കാൻ CBSEക്ക് നിർദ്ദേശം നൽകി. പരീക്ഷയിൽ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയില്ല എന്നും പുനർമൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട ആശങ്കയുണ്ടെന്നും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പറയുന്നു. പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയില്ല. റീവാലുവേഷന് കൊടുത്തിട്ടുണ്ട്. പേപ്പർ ഇന്നലെ രാവിലെയാണ് കിട്ടിയത്. റീവാലുവേഷൻ ഫസ്റ്റത്തെ ഒരു 2-3 ഡേയ്സ് ഫുൾ ഹാങ് ആയിരുന്നു. അപ്പോൾ ഇന്നലെയും കൂടി നോക്കുമ്പോൾ ഇന്നലെ രാത്രിയാണ് ഓപ്പൺ ആയത്. മോർണിംഗ് ടു നൈറ്റ് ഫുൾ ക്ലോസ്ഡ് ആയിരുന്നു. നല്ല ട്രാഫിക് ആയിരുന്നു. ഞാൻ 19th പേയ്മെന്റ് ചെയ്തത്. രണ്ട് ഡേയ്സ് കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. ഫോട്ടോ കോപ്പി മെയിലിലേക്ക് കിട്ടിയത് 2 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് കിട്ടിയ. ആ ആൻസർ ഷീറ്റ് ക്ലാരിറ്റി ഉണ്ടോ? എൻ്റെത് ഭാഗ്യത്തിന് എൻ്റെതിൽ ക്ലാരിറ്റി ഉണ്ട്. കുറേ കുട്ടികൾ പറയുന്നുണ്ട് കിട്ടിയതിന് ക്ലാരിറ്റി ഇല്ല, ബ്ലറായിട്ടാണ് കാണുന്നതെന്ന് പറയുന്നുണ്ട്. എനിക്ക് കിട്ടിയത് നോക്കിയത് ഇതുവരെ ക്ലാരിറ്റി ഉള്ളതാണ്. CBSE 12നെ സംബന്ധിച്ച് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ആശങ്കയാണ്. ഒന്നാമത് അവർ പഠിച്ച് അവർ ഫ്യൂച്ചറിലേക്ക് പോകേണ്ട ഒരു സംഭവം കൂടിയാണ്. അപ്പോൾ ഇത് വളരെ ആശങ്ക ജനിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണിത്. അവർ ഫസ്റ്റ് മുതൽ അവർക്ക് ഈ വാല്യുവേഷൻ സ്കീം കൊണ്ടുവന്നത് നല്ലതൊക്കെ തന്നെയാണ്. പക്ഷെ അവരെന്ന് വെച്ചാൽ കുറച്ച് മുന്നേ അതിന് വേണ്ടിയിട്ട് പ്രീപ്ലാൻ ചെയ്തിട്ട് വേണമായിരുന്നു ഇത് കൊണ്ടുവരുന്നത്. ഇത് പെട്ടെന്ന് ഒരു തിരക്ക് കൂട്ടിയിട്ട് ചെയ്യേണ്ട ഒരു സിസ്റ്റം അല്ല ഇത് ശരിക്കും. പ്രത്യേകിച്ച് വാല്യുവേഷൻ എന്നൊക്കെ പറയുമ്പോൾ കുട്ടികളെ ഭാവി വെച്ച് കളിക്കുന്നതല്ലേ, അതൊന്ന് ശ്രദ്ധിച്ചും കണ്ടും ചെയ്യണമായിരുന്നു. വിഷയത്തിൽ വ്യക്തമായ ഉത്തരം ഇപ്പോഴും CBSEയിൽ നിന്ന് സ്കൂളുകൾക്ക് ലഭിച്ചിട്ടില്ലെന്ന് കേരള CBSE മാനേജ്മെന്റ് അസോസിയേഷൻ രക്ഷാധികാരി ഇബ്രാഹിം ഖാൻ പറഞ്ഞു. മെഡിക്കൽ കോഴ്സിനും എഞ്ചിനീയറിംഗ് കോളേജിനൊക്കെ അപേക്ഷിക്കാനുള്ള സമയം വലുതാകുന്നു. മാർക്ക് ലിസ്റ്റ് കൃത്യമായി കൊടുക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോഴാണ് ഈ പുനർമൂല്യത്തിന് വേണ്ടി കൊടുക്കുന്നത്. ആ പുനർമൂല്യം കൊടുക്കുന്നത് ഒരു തീയതി നിശ്ചയിച്ചിരുന്നു. ആ ദിവസത്തിനുള്ളിൽ ആൻസർ ബുക്ക് ഇവർക്ക് കിട്ടിയിട്ടില്ല. പലർക്കും 10,000-കണക്കിന് വിദ്യാർത്ഥികൾക്ക്. അപ്പോൾ അവർക്ക് അത് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് അവർക്ക് മറ്റേ ഈ എഞ്ചിനീയറിംഗൊക്കെ അപേക്ഷിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെ ഉള്ള ആശങ്ക ഭയങ്കരമായിട്ട് വന്നു. അവർ ആകെ കിട്ടിയിട്ടുള്ളത് ഇതിൻ്റെ ഡേറ്റ് ഒരാഴ്ച കൂടി നീട്ടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അപേക്ഷ കൊടുത്ത് പേപ്പർ മേടിക്കണമല്ലോ. അത് കിട്ടിയിട്ടുള്ള അതിൽ കാത്തിരിക്കുന്നതാണ്. അതേസമയം CBSE 12ാം ക്ലാസ് പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. വിവരങ്ങൾ നൽകാൻ ബൽറാം നെടുങ്ങാട് ഡൽഹിയിൽ നിന്ന്, കോഴിക്കോട് നിന്ന് വർഷ ഗിരീഷ് എന്നിവർ തത്സമയം ചേരുന്നുണ്ട്. ആദ്യം ബൽറാമിലേക്കാണ്. ബൽറാം, ഭാവി സംബന്ധിച്ചുള്ള വലിയ ആശങ്കയിൽ തന്നെയാണ് വിദ്യാർത്ഥികളുള്ളത്. ഇതിപ്പോൾ CBSEയോട് വിശദീകരണം തേടിയിട്ടുണ്ടെങ്കിലും കൃത്യമായൊരു മറുപടി ഇപ്പോഴും നൽകിയിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അമൃത, പ്രജിൻ, ഇത്തവണ CBSE 12ാം ക്ലാസ് പരീക്ഷ എഴുതിയ 98 ലക്ഷം വിദ്യാർത്ഥികളിൽ നിരവധി പേർ ഇപ്പോഴും വലിയ ആശങ്കയിലാണ്. പ്രതീക്ഷിച്ച പോലെ മാർക്ക് ഇത്തവണ ഭൂരിഭാഗം വിദ്യാർത്ഥികൾക്കും ലഭിച്ചിട്ടില്ല. ഇത്തവണ പുതിയൊരു മൂല്യനിർണ്ണയ രീതി, ഓൺ സ്ക്രീൻ മാർക്കിംഗ് എന്ന രീതിയായിരുന്നു CBSE നടപ്പാക്കിയത്. ഇതിനെ തുടർന്ന് ആണ് ഇത്തരത്തിൽ മാർക്ക് കുറയാൻ ഇടയാക്കിയത് എന്ന ആക്ഷേപം വിദ്യാർത്ഥികൾക്കുണ്ട്. അതേസമയം ഈ പുനർമൂല്യനിർണ്ണയത്തിനായി അപേക്ഷ നൽകാനുള്ള വിദ്യാർത്ഥികളാണ് ഏറെ പ്രതിസന്ധിയിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ആദ്യപടിയായി ഇവർ ഈ ഉത്തരപേപ്പറിന്റെ പകർപ്പ് ഫീസ് അടച്ച് ഇവർക്ക് വെബ്സൈറ്റ് വഴി ലഭിക്കുന്നുണ്ട്. ഇത്തരത്തിൽ അപേക്ഷ, ഈ പരീക്ഷാ പേപ്പറിന്റെ പകർപ്പിനായി അപേക്ഷ നൽകിയ വിദ്യാർത്ഥികളാണ് ഒട്ടേറെ പ്രതിസന്ധികൾ നേരിടുന്നത്. പലർക്കും ഇത്തരത്തിൽ അപേക്ഷ നൽകി പേപ്പർ ലഭിച്ച പലരുടെയും പേപ്പറുകളിൽ വ്യക്തതയില്ല. മറ്റൊരു പ്രശ്നം, ഫീസ് അടച്ച ശേഷവും ഇനിയും അതിന്റെ പകർപ്പ് ലഭിക്കാത്ത വിദ്യാർത്ഥികളുണ്ട്. ചിലർക്ക് ഇനിയും ലോഗിൻ ചെയ്യാൻ പോലും കഴിയാത്ത സാഹചര്യമുണ്ട്. മറ്റു ചിലർക്കാകട്ടെ ഫീസ് 100 രൂപയ്ക്ക് പകരം 69,000 രൂപയിലധികം കാണിച്ച കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചിലർക്ക് 100 രൂപയിൽ താഴെ ഫീസാണ് കാണിക്കുന്നത് വെബ്സൈറ്റിൽ. ഇതെല്ലാം നടത്തിയ ശേഷവും ഇപ്പോഴും നടപടികൾ പൂർത്തിയാക്കാതെ അല്ലെങ്കിൽ ഈ ഉത്തരപേപ്പറിന്റെ പകർപ്പ് ലഭിക്കാത്ത കേസുകളും നിലനിൽക്കുന്നുണ്ട്. ഇന്നാണ് ഈ ഒരു പകർപ്പ് ലഭിക്കാൻ നൽകേണ്ട അപേക്ഷയുടെ അവസാന തീയതി എന്നിരിക്കെ ഇപ്പോൾ പോലും സമൂഹ മാധ്യമങ്ങളിൽ ഇനിയും ആ നടപടികൾ പൂർത്തിയാക്കാൻ കഴിയുന്നില്ല, സാങ്കേതിക തകരാറിനെ തുടർന്ന് എന്ന വിദ്യാർത്ഥികളുടെ ആക്ഷേപം ഉയരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ദിവസം രാത്രി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാർത്ഥികളിൽ നിന്നും നേരിടുന്ന പ്രതിസന്ധികളുടെ പശ്ചാത്തലത്തിൽ CBSEയിൽ നിന്നും റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. ഇതിന്റെ ഉത്തരവാദികൾ ആര് എന്ന് കണ്ടെത്തി വിശദീകരണം നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ പ്രതിസന്ധി പരിഹരിക്കാനുള്ള നടപടികൾ എടുക്കണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഇന്ന് CBSEയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു ആശയവിനിമയം, ഈ ഫീസുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾക്കുണ്ടായ പ്രശ്നങ്ങൾ അത് പരിഹരിക്കാനുള്ള നിർദ്ദേശമാണ്. കൂടുതൽ ഫീസ് ഈടാക്കിയവർക്ക് ബാക്കി തുക തിരികെ നൽകും. കുറഞ്ഞ ഫീസ്
ഈടാക്കിയവരോട് ബാക്കി തുക അവർക്ക് അതിനാവശ്യമായ ആശയവിനിമയം ഉണ്ടാകും. കൂടാതെ അത്തരത്തിൽ ഈ ഫീസിന്റെ കാര്യത്തിൽ സാങ്കേതിക പ്രശ്നം നേരിട്ടവർ ഇനി വീണ്ടും അപേക്ഷ നൽകേണ്ടതില്ല എന്നും അവരുടെ നിലവിൽ നൽകിയ അപേക്ഷയിൽ തന്നെ ഇക്കാര്യങ്ങൾ പരിഹരിക്കും എന്നുള്ള ഉറപ്പാണ്. ഈ തീയതി സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തത CBSE നൽകിയിട്ടില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.